ഹായ് ഹലോ നിവേദ്യാസ് ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. ഇന്ന് കൊല്ലങ്കോട് പോവുകയാണ്. കൊല്ലങ്കോട് പാലക്കാട് കൊല്ലങ്കോടല്ല, ഞങ്ങൾ തിരുവനന്തപുരം പാറശാല തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ പോവുകയാണ്. അവിടെ മഹോത്സവത്തിൻ്റെ തൂക്കം കാണാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നാണ് പോകുന്നത്. അപ്പം നടന്നു പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഫുള്ള് രണ്ട് സൈഡ് ഇങ്ങനെ കടകളാണ് കേട്ടോ. ഇത് ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് കേട്ടോ. ഇങ്ങനെ കടകളൊക്കെ സാധനം വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. രാത്രിയാകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഒഴുകിയാണ് കേട്ടോ ആൾക്കാർ എത്തുന്നത്. അപ്പോൾ ഇതാണ് നേർച്ച തൂക്കം. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ നേർച്ച തൂക്കം നടത്താറുണ്ട്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുമക്കൾക്ക് നേർച്ചയായിട്ട് നടത്തുന്നതാണ് കേട്ടോ. തൂക്കക്കാരനും മക്കളും ഒക്കെ ഇങ്ങനെ വ്രതം നോറ്റ് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇങ്ങനത്തെ ഈ തൂക്കം നേർച്ച നടത്തുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ തള്ളി ഉന്തിയതാ ഇതുപോലെ ആ ക്ഷേത്രത്തിൽ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തൊഴുത് വരാനായിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് തൊഴുത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. വെയിലത്ത് ഇത്രയും ദൂരം നടന്ന് വന്നൊക്കെ തളർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് തൂക്കക്കാരാണ് കേട്ടോ ഇത്. അവർ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് കാണും. ഏകദേശം 2000 തൂക്കമൊക്കെ കാണുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. പിറ്റേന്ന് നേരം വെളുക്കുന്നവരെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറ്റുന്നുള്ളപ്പോഴൊക്കെ വരാറുണ്ട്. മിക്ക വർഷങ്ങളിലും സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട്. നമ്മളത് കാണാനായിട്ട് പോയി കേട്ടോ. ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത്. കാരണം അത്രയും വെയിലായതുകൊണ്ട് തന്നെ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മുമ്പൊക്കെ നടന്ന് വന്നിട്ടും ഉണ്ട് കേട്ടോ. കടൽ ഇന്നിത്തിരി നല്ല കളറായിട്ട് തോന്നി കേട്ടോ. നീല കളറ്. പലപ്പോഴും വരുമ്പോൾ കലങ്ങിയ കളറ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നല്ല കളറ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ. കാരണം ഇത് അങ്ങനെ ബീച്ചിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് വീടാണ് കേട്ടോ. വീടിൻ്റെ പുറകു വശത്താണ് ഈ കടൽ വരുന്നത്. ഇവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗം തന്നെ ഈ കടലാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ നിന്ന് വരുന്ന മീനെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മീൻ കിടപ്പുണ്ട്. അത് കാക്കകൾക്ക് ആഹാരമാകുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോനെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന് വെള്ളം കണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഓടും. അച്ഛനും മോളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മളത് കഴിഞ്ഞ് ഈ ഒരു വെയിലത്ത് ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ബാക്കിൽ ഓട്ടോ പോകുന്ന കണ്ടിൽ അതിൽ വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. തിരിച്ച് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് ഈ ഒരു പലഹാരത്തിന് നമ്മുടെ നാട്ടിൽ വണ്ടിപ്പലഹാരം എന്ന് പറയും കേട്ടോ. ഈ ഉത്സവ സീസണിലൊക്കെ കിട്ടുന്നതാണ്. അതൊക്കെ വാങ്ങി പിന്നെ അവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനമൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും തിരിച്ച് നടന്ന് വന്ന് കാറിൽ കയറിയതാണ് കേട്ടോ. അത്രയും വെയിലത്ത് നടന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ, തളർന്ന്. അതിൻ്റെ ഇടയ്ക്ക് അവന് വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ വഴിച്ച് പണിത് എല്ലാം എടുക്കുകയുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ തളരുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് മോരും വെള്ളം, ഡ്രിങ്ക്സ്, തണ്ണിമത്തനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അവൻ ഹാപ്പിയാണ് കേട്ടോ. സ്പൈഡർമാൻ്റെ കണ്ണാടിയൊക്കെ കിട്ടിയപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം കേട്ടോ. ബായ്.